السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേ ഒന്നുണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപദേശം നടത്തി. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. മോനെ, ഈ ലോകത്ത് നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക. അപരിചിതത്വം ഈ ലോകത്ത് നിന്റെ മുഖമുദ്രയാവുക. അല്ലെങ്കിൽ ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കുക. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപരിചിതത്വം കൊണ്ടും ഈ വഴിയാത്രക്കാരനെ പോലെ ആകുക എന്ന ഉപദേശം കൊണ്ടും ഉദ്ദേശിച്ചത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നാം ഒരു യാത്രയിലാണ്, ഒരു നീണ്ട യാത്രയിലാണ്. ആ യാത്ര തുടങ്ങുന്നത് എവിടെയാണ്? വാപ്പയുടെ വൃഷണത്തിൽ നിന്ന് ബീജതന്തുവായി ഉടലെടുത്ത അന്ന് തൊട്ട് തുടങ്ങുകയാണ് യാത്ര. ആ യാത്രയുടെ സഞ്ചാരപഥങ്ങൾ ഏതൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയെയും ഉമ്മയെയും വിവാഹമെന്ന പരിശുദ്ധമായ കർമ്മത്തിലൂടെ ഒന്നിപ്പിക്കുകയും ആ ചേർച്ചയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സിക്താണ്ഡമായി രൂപപ്പെടുത്തുകയും ആ സിക്താണ്ഡത്തിൽ നിന്ന് 10 മാസത്തിൻ്റെ ഉള്ളിലുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുകയും ചെയ്തു. ആ സഞ്ചാരത്തിനൊടുവിൽ മനുഷ്യൻ ഈ ലോകത്തേക്ക് പിറന്നു വീഴുകയാണ്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട്
വാർദ്ധക്യത്തിൻ്റെ ബാലിശതയും പേറി അവസാനം മരണത്തിൻ്റെ തോളിലേറി ഖബറിലേക്ക് പോയി ബർസഖിയായ ജീവിതം നയിച്ച് ആ ബർസഖിയായ ജീവിതം കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മാശറയിൽ ചെന്നെത്തും അവൻ. അവിടെയാണ് അന്തിമമായ വിധി ഉണ്ടാക്കുന്നത്. ഇതൊരു യാത്രയാണ്. ഇതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ തലശ്ശേരി, മാഹി, വടകര, കൊയിലാണ്ടി എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും, അവൻ്റെ ബാല്യം, അവൻ്റെ കൗമാരം, അവൻ്റെ യൗവനം എല്ലാം ഓരോ സ്റ്റേഷനുകളാണ്. ആ യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ അഹങ്കരിക്കാനും ആ പ്രസരിപ്പിൽ മതിമറക്കാനും ഒരാൾ തയ്യാറായാൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അയാൾ വിഡ്ഢിയാണ്. താത്വികമായ വീക്ഷണത്തിൽ അയാൾ വിഡ്ഢിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെക്കുറിച്ച്, അവൻ്റെ ഇനി വരുന്ന നാളുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ റബ്ബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഖുർആനിലൂടെ. സൂറത്ത് ദഹ്റിൻ്റെ ആദ്യത്തെ ആയത്ത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്, മർത്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യനുണ്ടാക്കിയ ഭാഷാനി കൊണ്ടുവരുള്ള ഒരു വാക്കുകൾ കൊണ്ടും വർണ്ണിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. അന്നവനൊരു മരമായിരുന്നോ അല്ല, അന്നവനൊരു കല്ലായിരുന്നോ അല്ല, അന്നവനൊരു ചെടിയായിരുന്നോ അല്ല, അന്നവൻ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വസ്തുവായിരുന്നോ അല്ല. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയുടെ സത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പ് നടത്തുകയാണ്. കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യനായി അവനെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും ഒടുക്കത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ആയത്താണ്. സൂറത്തുൽ ആല ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്നും എങ്ങനെ നാം ജനിക്കണം, എങ്ങനെ നാം ജീവിക്കണം, എങ്ങനെ നമ്മുടെ രൂപമാകണം എന്ന കാര്യത്തിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയാണ്, ജനിക്കുന്ന കുഞ്ഞ് കറുത്തവനാകണോ വെളുത്തവനാകണോ, പണക്കാരനാകണോ പണിക്കാരനാകണോ, സുന്ദരനാകണോ വിരൂപനാകണോ, ബുദ്ധിയുള്ളവനാകണോ മന്ദബുദ്ധിയാകണോ എന്നതൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുകയാണ്. പക്ഷേ ആ ജനിച്ചു കഴിഞ്ഞാൽ റബ്ബ് അവനൊരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതും അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. രണ്ട് വഴികൾ ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉയർന്നു നിൽക്കുന്ന രണ്ട് പാതകൾ ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനാകാം. ഈ രണ്ട് വഴികളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഈ രണ്ട് വഴികളിൽ ഏത് വഴിയാണോ നാം സ്വീകരിക്കുന്നത് ആ സ്വീകരണത്തിനനുസരിച്ചായിരിക്കും വിചാരണ വിധിയിൽ നമ്മുടെ നില. പലപ്പോഴും സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയോ? വിചാരണയെക്കുറിച്ച് മറന്ന്, വിധിയുടെ നാളിനെക്കുറിച്ച് മറന്ന് ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തിൽ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നുള്ളതാണ്. എന്താണ് ഈ ലോകം? എന്താണ് ഈ ലോകം? ഈ ലോകത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് എന്താണ്? ഒരു ഇസ്രായേലി കഥയുണ്ട്. ബൈബിളിൻ്റെയും തൗറാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പലപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. ഇസ്രായേലി കഥകൾ ബൈബിളിൻ്റെയും തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കഥകളോട് ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട് എന്താണ്? അത് തള്ളാനും കൊള്ളാനും പാടില്ല എന്നുള്ളത്. അത് തള്ളാനും കൊള്ളാനും പാടില്ല. പക്ഷേ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ എന്ത് ചെയ്യാം? മുസ്ലിമിന് സ്വീകരിക്കാം. അതാണ് പണ്ഡിതന്മാർ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിഗമനം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു അനുയായിയുമായി നടന്നു പോകുന്ന സമയം അവർക്ക് വിശന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ 3 റൊട്ടി വാങ്ങിച്ചു വരണം. അദ്ദേഹം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതനുസരിച്ച് റൊട്ടി വാങ്ങിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ 2 റൊട്ടി മാത്രമേ കയ്യിലുള്ളൂ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എവിടെയോ 3ാമത്തെ റൊട്ടി? അയാൾ പറഞ്ഞു, 2 റൊട്ടിയേ ഉള്ളൂ.
ശരി, ആയിക്കോട്ടെ. അവർ വീണ്ടും നടന്നു മുന്നോട്ട്. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ചോദിച്ചു, എവിടെടോ മൂന്നാമത്തെ റൊട്ടി? അയാൾ പറഞ്ഞു, 2 റൊട്ടിയേ ഉള്ളൂ സാഹിബേ, ഞാൻ പറഞ്ഞതല്ലേ. വീണ്ടും അവർ നടന്നു. കുറച്ച് ദൂരം എത്തിയപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമതും ചോദിച്ചു, എവിടെടോ മൂന്നാമത്തെ റൊട്ടി? അയാൾ പറഞ്ഞു, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് 2 റൊട്ടി മാത്രമേ ഉള്ളൂ? ചോദിച്ചു മനുഷ്യനെ പിരാന്താക്കുക. ശരി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം 3 മണ്ണിൻ്റെ കൂനകൾ ഉണ്ടാക്കി. എന്നിട്ട് ആ 3 മണ്ണിൻ്റെ കൂനകൾ സ്വർണമാക്കി മാറ്റി. ഒന്നാമത്തെ കൂന കാണിച്ചു പറഞ്ഞു, ഇത് എനിക്കുള്ളതാണ്. രണ്ടാമത്തെ കൂന കാണിച്ചു പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്. മൂന്നാമത്തെ സ്വർണത്തിൻ്റെ കൂന കാണിച്ചു പറഞ്ഞു, ഇത് ആരാണോ മൂന്നാമത്തെ റൊട്ടി കഴിച്ചത് അവനുള്ളതാണ്. അപ്പം അയാൾ പറഞ്ഞു, ആ മൂന്നാമത്തെ റൊട്ടി കഴിച്ച ആൾ ഞാൻ തന്നെയാണ് ആ മൂന്നാമത്തെ റൊട്ടി കഴിച്ച ആൾ, അതുകൊണ്ട് അതെനിക്ക് വേണമെന്ന് അയാൾ പറഞ്ഞു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അത് മാത്രമാക്കണ്ട, എൻ്റെ ഓഹരി കൂടി നീ എടുത്തോളൂ. പക്ഷേ ഒരു ഉപാധി, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ കൂടെ നീയില്ല. നിനക്ക് നിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ശിഷ്യനെ അവിടെ ഭൗതിക പ്രമത്തത മൂത്തുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോയി ആ ശിഷ്യനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും ശിഷ്യരും നടന്നുപോയി. ഇയാള് ഈ 3 സ്വർണ്ണക്കൂനകൾ കിട്ടിയ സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ ആർത്ത് ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന സമയം 2 കൊള്ളക്കാർ അതിൽ നടന്നു വന്നു. 3 കൊള്ളക്കാർ അതിൽ നടന്നു. ഈ 3 കൊള്ളക്കാര് ഇയാളെ കണ്ടപ്പോൾ, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇയാളെ കണ്ടപ്പോൾ ഇയാളെ കൊല്ലുകയും ആ 3 സ്വർണ്ണക്കൂനകൾ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് വിശന്നു. അവരിൽ 2 ആളുകൾ തീരുമാനിക്കാണ്, ഒരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കാം. അങ്ങനെ 2 പേരും കൂടി ഒരാളെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഇയാളുടെ മനസ്സിലൊരു തോന്നൽ, എന്തിനാ 2 പോയത്തക്കാർ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നത്? അവരെ കൊന്നുകളഞ്ഞാൽ പോരെ? ഞാനാണ് ഭക്ഷണം കൊണ്ടുകൊടുക്കേണ്ടത്. ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം ചേർത്താൽ അവർ ക്ലോസ്. പിന്നെ ആ 3 സ്വർണ്ണക്കൂനകൾ എനിക്കുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഈ പോയ ആളുടെ മനസ്സിൽ ഈ ചിന്ത ഉദിക്കുന്ന അതേ സമയം തന്നെ ഇവിടെയുള്ള 2 ആളുകൾ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി, എന്തിനാ ആ പൊട്ടനെ നമ്മുടെ കൂടെ കൂട്ടണത്? ഈ 3 എണ്ണം അവൻ്റെ ഒരു ഓഹരി, അവനെ കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഓഹരി നമുക്ക് എടുക്കാലോ, അതുകൊണ്ട് അവൻ വരുമ്പോൾ നമുക്ക് അവനെ കൊന്നുകളയാം. അങ്ങനെ അയാൾ ഭക്ഷണവുമായി കടന്നു വന്നു. അയാളെ ഇവർ 2 പേരും കൂടി കൊന്നുകളഞ്ഞു. എന്നിട്ട് അയാൾ വിഷം കലർത്തി കൊണ്ടുവന്ന ഭക്ഷണം ഇവർ 2 ആളും കഴിച്ചു. ഇവർ 2 പേരും മരിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം ഈ 3 സ്വർണ്ണക്കൂനകൾ അവിടെ തന്നെയുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വർണ്ണക്കൂനകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ, ഇതാണ് ദുനിയാവ്. ഇതിനു വേണ്ടിയാണ് പരസ്പരം പോരടിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് പരസ്പരം കലഹിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് ദുനിയാവ് കലാപ കലുഷിതമാക്കുന്നത്. പക്ഷേ ഇതാരും തന്നെ സ്വന്തമാക്കില്ല, ഇതാരും തന്നെ സ്വന്തമാക്കാൻ പോകുന്നില്ല. എല്ലാവരും ഇവിടെ നിന്ന് വിട പറയും, ഈ ദുനിയാവിലെ സമ്പത്ത് ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട്. ഇത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കഥയാണ്, പക്ഷേ വളരെ വ്യക്തമായ ഗുണപാഠം ഇതിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പണമില്ലാത്ത ആളുകൾ പോലും പരസ്പരം പെരുമ നടിക്കാൻ, പോച്ച് നടിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞൊരു വചനമുണ്ട്, എന്താണെന്നറിയോ? യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹു വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. الله പറയുകയാണ്, ഇഅ്ലമൂ, അറിയണേ. മുഅ്മിനീങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇഅ്ലമൂ, അറിയണേ. അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബു വലഹു. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് കളിവിനോദം മാത്രമാണ്. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്, ഈ ആശയം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിന്റെ അനുയായികൾ, ആഡംബരത്തോട് മുഖം തിരിച്ചിരുന്ന പ്രവാചകൻ, സുഖലോലുപതയോടെ യാതൊരു തരിമ്പ് പോലും ആഗ്രഹമില്ലാതിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സദസ്സിൽ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ പരാതി പറയുകയാണ്, പരിഭവം പറയുകയാണ്. പൊന്നുപ്പ, എന്റെ കൈകൾ കണ്ടോ ഉപ്പ, ആട്ടുകല്ല് പിടിച്ചുകൊണ്ട് തഴമ്പ് പിടിച്ചിരിക്കുകയാണ്. വാപ്പ, എന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. എനിക്കൊരു ഭൃത്യനെ വേണം, എനിക്കൊരു അടിമയെ വേണമെന്ന് പ്രവാചകന്റെ മുന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞ കരളിന്റെ കഷ്ണമായ പൊന്നുമോളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? പൊന്നുമോളെ, ഈ ദുനിയാവിലെ സകല കഷ്ടതകളും ഇല്ലാതെയാകുന്നതിനേക്കാൾ, ഈ ദുനിയാവിലെ കഷ്ടപ്പാടുകൾ മുഴുവനും ഇല്ലാതെയാകുന്നതിനേക്കാൾ, ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ മുഴുവനും ഇല്ലാതെയാകുന്നതിനേക്കാൾ ഉത്തമമായ ഉദാത്തമായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ആ കാര്യം എന്താണ്? രാത്രി അന്തി ഉറങ്ങാൻ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന തസ്ബീഹിന്റെ, അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വചനങ്ങളുമായി നിന്റെ നാവ് മുഖരിതമായാൽ പൊന്നുമോളെ ഫാത്തിമ, അതാണ് നിനക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളതെന്ന് ലാളിത്യത്തിന്റെ ജീവിതത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മുറിയിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ഉമർ അതാ പൊട്ടിക്കരയുന്നു. ഉമറിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, എന്ത് പറ്റി ഉമറേ, എന്തിനാണ് ഉമറേ നീ കരയുന്നത്? ഉമറിന്റെ മറുപടിയാണ്, ലിമാലാ അബ്കി യാ റസൂലല്ലാഹ്, ലിമാലാ അബ്കി യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെ കരയാതിരിക്കും നബിയേ, എന്റെ കണ്ണെങ്ങനെ നിറയാതിരിക്കും നബിയേ, എന്റെ ഹൃദയം എങ്ങനെ പിടയാതിരിക്കും നബിയേ. കിസ്റായും കൈസറും സുഗലോലുപതരായി മാതകത്തിടമ്പുകൾ കൊത്തുകൊണ്ട് മണിമാളികയിൽ മാർദ്ദവമേറിയ പട്ടുമെത്തയിൽ കിടന്നുകൊണ്ട് സുഗലോലുപരായി കഴിയുന്ന സമയത്ത് ലോകത്തിന്റെ നായകത്വം അല്ല നൽകിയ താങ്കളിതാ പനയോലയിൽ കിടന്നുകൊണ്ട് പാടുവരിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക നബിയേ എന്ന് ചോദിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉമറേ, ഈ ലോകം നമുക്കുള്ളതല്ല ഉമറേ, ഈ ലോകം നമുക്കുള്ളതല്ല. വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ലോകം, ഏറ്റവും അവശേഷിക്കുന്ന ലോകം, മരണം കഴിഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന പരലോകമാണ്. ഈ ലോകം നമുക്കുള്ളതല്ല ഉമറേ, ഈ ലോകം കിസ്റയ്ക്കുള്ളതാണ്, ഈ ലോകം കൈസറിനുള്ളതാണ്, ഈ ലോകം അവിശ്വസിച്ചവർക്കുള്ളതാണ്, ഈ ലോകം മുഅ്മിനിനുള്ളതല്ല ഉമറേ. ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുന്നതും അതാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമാണ്, ചതിയുടെ വിഭവമാണ്, കണ്ണിനെ സുഖിപ്പിക്കൽ മാത്രമാണ്, നാസാരന്ധ്രങ്ങളെയും കാതിനെയും താൽക്കാലികമായ സുഖത്തിൽ തളച്ചിടൽ മാത്രമാണ് ഈ ലോകമെന്ന് അല്ലാഹ് വളരെ വ്യക്തമായ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. കുല്ലു നഫ്സിൻ ജായിഖത്തുൽ മൗത്ത് വ ഇന്നമാ توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. നീ ജീവിതത്തിന്റെ ഏതവസരത്തിലാണെന്ന് നോക്കാതെ, ജീവിതത്തിന്റെ എത്ര സന്തോഷത്തിന്റെ സന്ദർഭത്തിലായാലും ഒന്നും മാനിക്കാതെ കടന്നു വരുന്ന മരണത്തെ അഭിമുഖീകരിക്കേണ്ടവനാണ് നീ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരു മനുഷ്യനും അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ല ഈ ഭൂമിയിൽ എവിടെ വെച്ചാണ് അവൻ മരണം വരിക്കുക എന്നുള്ളത്, എവിടെ വെച്ചാണ് അവൻ മരണവുമായി കണ്ടുമുട്ടുക എന്നുള്ളത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അല്ലാഹ് പറയുകയാണ്, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകന്നുകൊണ്ടിരിക്കുന്നത്, ഏതൊരു മരണത്തെ ഭയന്നുകൊണ്ടാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും,
ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ആ മരണവുമായി നിങ്ങൾ മുഖാമുഖം നിൽക്കുന്നതാണ്. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. നിന്റെ ഹൃദയം പരോക്ഷമാക്കി വെച്ച കാര്യം മുഴുവനും അറിയുന്ന, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന നാഥന്റെ അടുത്തേക്ക് നീ മടക്കപ്പെടുന്നതാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്താണോ നിന്റെ കരങ്ങൾ പ്രവർത്തിച്ചത്, നിന്റെ മനസ്സെന്താണോ ചിന്തിച്ചത്, നിന്റെ നാവുകൾ എന്താണോ മന്ത്രിച്ചത്, അതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് ആ ദിവസം പടച്ച തമ്പുരാൻ നിനക്ക് പറഞ്ഞു തരുന്നതാണ്. കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ലോകത്തിന്റെ ഉന്നതമായ അധികാര സോപാനങ്ങളിൽ വിരാജിച്ചിരുന്ന രാജാക്കന്മാർ എത്രയെത്ര അരുവികളാണ്, എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര കെട്ടിട സമുച്ചയങ്ങളാണ്, എത്രയെത്ര മണിമാളികകളാണ്, എത്രയെത്ര രമ്യഹർമ്മങ്ങളാണ്, എത്രയെത്ര അധികാര സോപാനങ്ങളാണ്, സിംഹാസനങ്ങളാണ്, സൗഭാഗ്യങ്ങളാണ്, എസ്റ്റേറ്റുകളാണ്, ബംഗ്ലാവുകളാണ് ഇവിടെ വിട്ടേച്ചു പോയത്. അവിടെ വിട്ടേച്ചു പോകുന്ന സമയത്ത് ഖബറിന്റെ അകത്തേക്ക് ഒന്നും തന്നെ അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. ആ മരണത്തോടുകൂടി ജീവിതത്തിന് അന്ത്യം കുറിക്കുന്നില്ല. അൻതല്ലദീ വലദത്ക ഉമ്മുക യബ്ന ആദമ ബാഖിയാ. ഉമ്മയുടെ വയറ്റിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ടായിരുന്നു നിന്റെ യാത്ര, കരഞ്ഞുകൊണ്ടായിരുന്നു നീ പുറത്തേക്ക് വന്നിരുന്നതെന്ന പൊന്നുമോനെ. തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം നിനക്കുണ്ടാകണം. അന്ന് നീ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിന്റെ കരച്ചിലിനകമ്പടിയായി ചുറ്റിലും കൂടി നിൽക്കുന്ന കുടുംബക്കാർ മുഴുവനും ചിരിക്കുകയായിരുന്നു. അന്ന് നീ കരയുകയായിരുന്നു. എന്നാൽ നിന്റെ യാത്രയിൽ ചിരിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണം. നിന്റെ യാത്രയിൽ ചിരിച്ചുകൊണ്ട് നീ തിരിച്ചു പോകണം. ആറടി മണ്ണിന്റെ അടിയിലേക്ക് ആരോരും സാന്ത്വനത്തിനില്ലാത്ത, ആരോരും സമാധാനിപ്പിക്കാനില്ലാത്ത ഏകാന്തതയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ അമലിന്റെ അകമ്പടിയുമായി സമ്പന്നനായി കൊണ്ട് പോകാൻ നിനക്ക് സാധിക്കണം. ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവനാണ് വിജയി, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവം മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിലേക്കുള്ള യാത്ര എന്താണ് ഖബറിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ആ ഖബറിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. സമൂഹത്തിന്റെ സമ്പത്തായ അന്തസ്സുണ്ടായിരുന്ന, അഭിമാനമുണ്ടായിരുന്ന മനുഷ്യന്റെ യാത്ര ഖബറിലേക്കാണ്. ആ ഖബറിലേക്ക് വെക്കപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചുള്ള വ്യതകൾ പങ്കുവെക്കുന്നത് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അയാ ഖബറു ഹാദൽ ലൈഫു മാലു ഉമ്മത്തിൻ ഫകബ്ബിർ വഹല്ലിൽ വഅൽഖിൽ ലൈഫു ജാതിയാ. അല്ലയോ ഖബറേ, ആറടി മണ്ണാകുന്ന ഖബറേ, ഏകാന്തതയുടെ വീടാകുന്ന ഖബറേ, ഞങ്ങളുടെ സമ്പത്താണിത്, ഞങ്ങളുടെ സമ്പാദ്യമാണിത്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്, ഞങ്ങൾക്ക് വിലയുള്ളവനാണ്, ബഹുമാനിക്കുന്നവനാണ്, ആദരിക്കുന്നവനാണ്. പക്ഷേ ഇന്നിതാ ഇയാളെ കൊണ്ട് ഉപകാരമില്ലാതായിരിക്കുന്നു, ഇയാളുടെ ഐഡന്റിറ്റി നശിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സ്വീകരിച്ചു കൊള്ളുക ഖബറേ എന്ന് പറഞ്ഞ് ആ ഖബറിന്റെ അകത്തേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ കുടുംബങ്ങളില്ല, സമ്പത്തില്ല, ആഭിജാത്യമില്ല, അന്തസ്സില്ല. അവിടെ ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനം മാത്രമാണ്. ജീവിച്ചിരിക്കുന്ന മക്കളുടെ നാവിലൂടെ ഉതിർന്നു വീഴുന്ന പ്രാർത്ഥനകൾ മാത്രമാണ്. അവിടെ ആരാണോ വിജയിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയി. അവിടെ ചില ചോദ്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഖബറിലേക്കൊരു മനുഷ്യൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകാശലോകത്ത് നിന്ന് മാലാഖമാര് കടന്നു വരികയാണ്. എന്നിട്ട് ആ ഖബറിൽ വെച്ച മനുഷ്യനോട് ചോദിക്കുകയാണ്: മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ആരെയാണ് നീ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്? ആരോടാണ് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നത്? ആരുടെ മുന്നിലാണ് നീ പൊട്ടിക്കരഞ്ഞിരുന്നത്? ആരുടെ മുന്നിലാണ് നീ വിതകൾ അർപ്പിച്ചിരുന്നത്?
അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ, പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രം വ്യതകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ മനുഷ്യൻ സങ്കോചമില്ലാതെ സന്ദേഹമില്ലാതെ അവിടെ വെച്ച് മറുപടി പറയുകയാണ്, റബ്ബീ അല്ലാ, റബ്ബീ അല്ലാ, എന്റെ രക്ഷിതാവ് അല്ലയാണ്. അള്ളാഹുവിനോടാണ് ഞാൻ കരഞ്ഞു പറഞ്ഞത്, റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ വ്യതകൾ അർപ്പിച്ചത്, റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ സങ്കടങ്ങൾ സമർപ്പിച്ചത് എന്ന മനുഷ്യനാ ഖബറിൽ വെച്ച് മറുപടി പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബർ ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. ആ ഖബർ ജീവിതം കഴിഞ്ഞാൽ ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് എവിടെയാണ്? ആ ഖബറിൽ നിന്ന് ചില ആളുകൾ എഴുന്നേൽക്കുന്ന രംഗം സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹദാ മാ ബഅദർ റഹ്മാൻ. അവർ പറയുകയാണ്, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മംബഅസന, ആരാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, മിൻ മർഖദിന, ഞങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഹാദാ മാ ബഅദർ റഹ്മാൻ, ഇത് പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ വാഗ്ദാനമാണല്ലോ. വസദഖൽ മുർസലൂൻ, എന്താണോ പ്രവാചകന്മാർ പ്രവചിച്ചത് അതിതാ സത്യത്തിൽ പുലർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നാളിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ നാളിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അന്ത്യദിനം സംഭവിക്കുന്ന സമയം, ആ അന്ത്യനാളിന്റെ സമയം സൂറത്തുൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് തുടങ്ങുന്ന അധ്യായത്തിലൂടെ അതിന്റെ ബീഭത്സമായ രംഗങ്ങൾ അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമിയതാ കിടകിടാ വിറക്കുകയാണ്. അതിന്റെ അന്തർലീനമായിരിക്കുന്ന സകല വസ്തുക്കളും പുറത്തേക്ക് തള്ളപ്പെടുന്ന സമയം. വഖാലൽ ഇൻസാനു മാ ലഹാ, കണ്ടെത്തിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് പ്രതിഭാസങ്ങൾ വിശദീകരിക്കാനാവാതെ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യൻ കൈമലർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, മാ ലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചത്, എന്താണ് ഇതിനെ പറ്റിയത്? അന്നേ ദിവസം മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അല്ലാഹു നൽകിയ കൽപ്പന പ്രകാരം ഭൂമി അതാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. യൗമഇദി യസ്ദുറുൻ നാസു അഷ്താതൻ ലിയറൗ അഅമാലഹും, പകൽമാന്യന്മാരുടെ പകൽമാന്യത തകർന്നടിയുന്ന ദിവസം, എല്ലാ തരത്തിലുള്ള കാപട്യങ്ങളും പുറത്തേക്ക് പടച്ചവൻ എടുക്കുന്ന ദിവസം. ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ആർക്കും ആർക്ക് വേണ്ടിയും ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അന്നേ ദിവസം ഒരു ശുപാർശകൻ നിങ്ങൾക്കുണ്ടാവില്ല. അന്നേ ദിവസം നിങ്ങളിൽ നിന്നൊരു ഒഴികഴിവ് സ്വീകരിക്കുന്നതല്ല. അന്നേ ദിവസം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ഉണ്ടാകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആ ദിവസത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദശംസു കുവിറത്, സൂര്യൻ ചുറ്റപ്പെടുന്ന സമയം, ഇദസ്സമാഉ ഫതറത്, ആകാശം വിണ്ടുകീറുന്ന സമയം, സമുദ്രങ്ങൾ ഇറക്കി മറിക്കപ്പെടുന്ന സമയം, പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന സമയം, ഈയാമ്പാറ്റകളെ പോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട് അന്തരീക്ഷത്തിലൂടെ പാറിക്കളിക്കുന്ന മനുഷ്യരെ തന്നെയാണ് സത്യമെന്നുള്ള ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തരികയാണ്. ഭീകരമായ ആ ദിവസം, ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഒരു വരവുണ്ട്, പടച്ച തമ്പുരാന്റെ ഒരു വരവുണ്ട്. പക്ഷേ ആ വരവിന്റെ മുന്നേ യുഗങ്ങളോളം മനുഷ്യന് കാത്തിരിക്കേണ്ടതുണ്ട്. യുഗങ്ങളോളം മനുഷ്യൻ കാത്തിരിക്കേണ്ടതുണ്ട്. ഒരുപാട് നാള് കാത്തിരുന്ന് ഒരു ചാണമുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ തൊട്ടുതായെ വിയർപ്പിൽ മുങ്ങിക്കൊണ്ട് കാത്തു കഴിയുന്ന മനുഷ്യ സഞ്ചയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്യാൻ ആരെയെങ്കിലും ലഭിക്കുമോ എന്ന് വിചാരിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു പോകുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു പോകുകയാണ്. എന്നിട്ട് ആദം നബിയോട് പറയുകയാണ്, മനുഷ്യപിതാവേ, അബുൽ ബശർ ആദമേ, താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്താലും
താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്താലും, താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നൽകിയാലും, താങ്കൾ അല്ലാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്താണ്? ഈ ദിവസത്തിൽ ഞങ്ങളെ ശുപാർശക്കെടുക്കുക. ഈ ദിവസത്തിൽ സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ഏതെങ്കിലും ഒന്ന് വിധിക്കാൻ അല്ലാഹുവിന്റെ മുന്നിൽ താങ്കൾ ശുപാർശ ചെയ്യുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുകയാണ്, ഞാൻ നിസ്സഹായനാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാപം പിണഞ്ഞു പോയിട്ടുണ്ട്. ആ പാപത്തിനെന്താണ് അല്ലാഹുവിൻ്റെ മുന്നിൽ ഞാൻ മറുപടി പറയുക എന്ന കാര്യത്തെ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ പേടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ സമീപിച്ചു നോക്കുക. മനുഷ്യരാശി മുഴുവനും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് കടന്നു പോകുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, ലോകത്തേക്ക് ആദ്യമായി റസൂലായി പറഞ്ഞയച്ച താങ്കൾ അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യ സഞ്ചയത്തിന് വേണ്ടി ശുപാർശ ചെയ്യണം, വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ താങ്കളൊന്ന് ശുപാർശ ചെയ്യണം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, എനിക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് എൻ്റെ മകൻ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് അവന് വേണ്ടി ഞാനൊരു പ്രാർത്ഥന നടത്തിപ്പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ഭയവിഹ്വലനായിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും ഓരോ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന സമയം അവസാനമായി മനുഷ്യർ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം, അള്ളാഹുവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. ഈ മനുഷ്യരാശിയെ മുഴുവനും വിചാരണക്കെടുക്കാൻ വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് സഹായമർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകനതാ സുജൂദിലേക്ക് വീഴുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ കരഞ്ഞ് ഒരുപാട് നേരം കരയുമ്പോൾ അല്ല ചോദിക്കുകയാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് താങ്കൾക്ക് വേണ്ടത്? പ്രവാചകൻ മറുപടി പറയുകയാണ്, റബ്ബേ, അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെ വിചാരണക്കെടുക്കണേ റബ്ബേ, അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യ സഞ്ചയത്തെ വിചാരണക്ക് വിധേയമാക്കണേ അല്ലാ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുന്നിൽ ശുപാർശ ചെയ്യുകയാണ്. സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹുവിന്റെ വരവിനെ കുറിച്ച് വിശദീകരിക്കുന്നു. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഅശറയുടെ വിചാരണ വേദിയിലേക്ക് എഴുന്നള്ളുകയാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ലോകൈകനാഥനായ ജല്ല ജലാലായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മഅശറ വൻസഭയിലേക്ക് മലക്കുകൾ എഴുന്നള്ളി വരുന്ന സമയം ഖുർആൻ വിശദീകരിക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ മനോനില എന്താണ്? ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. കരുണയെന്ന സിഫത്ത് മാറ്റിവെക്കുന്ന ദിവസം. അന്നേ ദിവസം അല്ല ശിക്ഷിക്കുന്നത് പോലെ ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അന്നേ ദിവസം അല്ല പിടിക്കുന്നത് പോലെ, പിടിച്ചു കുലുക്കുന്നത് പോലെ ഒരാളും തന്നെ പിടിച്ചു കുലുക്കുകയില്ല. അല്ല യഥാ വിചാരണ തുടങ്ങുകയാണ്. മനുഷ്യരെ മുഴുവനും അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് കീറിമുറിച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്ന വല്ലാത്ത സന്ദർഭം. ആ വിചാരണ വേളയിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ വിധി ദിവസം ഒരുപാട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഓരോ തരത്തിലുള്ള ആളുകൾ, ഒരുപാട് തർക്കങ്ങൾ അവിടെ നടക്കാനുണ്ട്. ആ വിധിയുടെ ദിവസം ഒരുപാട് തർക്കങ്ങൾ നടക്കാനുണ്ട്. ആരൊക്കെ തമ്മിലാണ്? കൂട്ടുകാരനും തമ്മിൽ. ഒരു കൂട്ടുകാരൻ പറയാണ് മറ്റേ കൂട്ടുകാരനെ കാണിച്ചു, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഞാനിവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഈ വൃത്തികെട്ടവന്റെ കൂട്ടുകെട്ട് ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? വല്ലാത്തൊരു വചനാണ് സഹോദരികളെ. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അവന്റെ കൂട്ടുകെട്ടാണ്. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി.
ആ കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം വലുതായെങ്കിലും ചെറുതായെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. എൻ്റെ ചില കൂട്ടുകാർ, എൻ്റെ നാട്ടിൽ ചെറുപ്പത്തിൽ എൻ്റെ കൂടെ കളിച്ചു വളർന്ന ചില കൂട്ടുകാർ പുറത്തുപോയി പഠിച്ച് വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടപ്പോൾ അവരൊക്കെ ആകെ വഴിവിട്ടു പോയിരുന്നു. അൽഹംദുലില്ലാ, അല്ലാഹ് രക്ഷിച്ചതാണ്. ആകെ വഴിവിട്ടു പോയിരുന്നു. കള്ള് കുടിക്കാനും സിഗരറ്റ് വലിക്കാനും കഞ്ചാവ് അടിക്കാനും അവർ തുടങ്ങിയിരുന്നു. അതിലൊരാളെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഉപദേശിച്ചു, എന്താണ് നല്ല ഒരുത്തനായി ജീവിച്ചിരുന്നവനല്ല നീ? എന്താ നിനക്കിങ്ങനെ സംഭവിച്ചത്? എന്താണ് നിനക്കിങ്ങനെ പറ്റിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? എടാ, കമ്പനി ടൈറ്റ് ആവണമെങ്കിൽ ഒന്നിച്ചിരുന്ന് കുടിക്കണം, ഒന്നിച്ചിരുന്ന് വലിക്കണം, ഒന്നിച്ചിരുന്ന് കഞ്ചാവടിക്കണം. എന്നാലും മാത്രമേ ആ ചങ്ങാത്തത്തിൻ്റെ ഒരു ഊഷ്മളത വരുള്ളൂ. നീ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ സലാനുണ്ട്, നീ തന്നെ പരീക്ഷിച്ചാൽ മതി.